أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا وبعد الصلاة والسلام على نبي الله. സ്നേഹമുള്ള വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ അങ്കബൂത്തിന്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങളെയാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിൽ സമന്മാരെ ഉണ്ടാക്കിയ ജനതകളെ പറ്റി പറയുകയും അവർക്ക് അവരുടെ പാപനിമിത്തം അനുഭവിക്കേണ്ടി വന്ന അപകടങ്ങളെ, ആപത്തിനെയും നാശത്തെയും ഒക്കെ പറ്റിയാണ് വിശദീകരിച്ചിരുന്നത്. ഇനിയുള്ള 4 വചനങ്ങളിൽ എല്ലാ സമുദായങ്ങളിലും നിലനിന്നിരുന്നതായ വൻ പാപമായ ഷിർക്ക്, അതിൻ്റെ ദൗർബല്യം, അതിൻ്റെ പൊള്ളത്തരങ്ങളെ വിളിച്ചോതുകയും അതുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളെ പകർന്നു നൽകുന്നതുമാണ് വചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. 41 വചനത്തിലേക്ക് വരുമ്പോഴേ അവിടെ അള്ളാഹുവിനെ കൂടാതെ രക്ഷാകർത്താക്കളെ സ്വീകരിച്ചിട്ടുള്ളവരുടെ ഒരു ഉപമ എന്ന നിലക്ക് പറയുന്നുണ്ട്. എന്താണത്? കമസലിൽ അങ്കബൂത്ത്, ഒരു എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖ്റത്ത് ബൈത്ത, അതൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്, ഒരു വീട് സ്വീകരിച്ചിട്ടുണ്ട്. വ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, വീടുകളിൽ ഏറ്റവും നിസ്സാരമായത്, ദുർബലമായത് അത് അങ്കബൂത്തിന്റെ വീടാണ് എന്നും വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടുന്ന ആളുകൾ അവരുടെ ദൈവങ്ങളിൽ നിന്ന് അവർക്ക് എന്നേക്കുമുള്ള രക്ഷയും സമാധാനവും നന്മയും ഒക്കെയാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ദൈവങ്ങളെ കൊണ്ട് ഒന്നിനും സാധ്യമാവുകയില്ലെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചിലന്തിയെ ആണ് ഉപമയായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആ പരദൈവങ്ങളെ ചിലന്തിയോട് ഉപമിക്കുകയാണ്. ഒരു 8 കാലി വീട് നിർമ്മിച്ചതുപോലെയാണ് എന്നുള്ളതാണ്. കമസലിൽ അങ്കബൂത്ത്, ആ 8 കാലി ഇത്തഖ്റത്ത് ബൈത്ത, ഒരു വീട് നിർമ്മിച്ചതുപോലെ എന്നുള്ളതാണ്. എന്താണത്? 8 കാലിയുടെ വീടിനെ കൊണ്ട് 8 കാലിക്ക് തന്നെ അതിൽ വാസയോഗ്യമല്ല എന്നുള്ളതാണ്. ഇരപിടിക്കുന്നതിന് വേണ്ടി ഒരല്പസമയം താൽക്കാലികം മാത്രമായി നിർമ്മിക്കപ്പെട്ട ഒരു വീടാണ് ചിലന്തിയുടേത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനടുത്തേക്ക് അതിനെ തേടി വരുന്ന ശത്രുക്കൾ നിന്ന് പോലും ഒന്ന് കാണാതിരിക്കാൻ, ഒന്ന് മറഞ്ഞിരിക്കാൻ, ഒന്ന് ഒളിച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഭദ്രമായി വീടിനുള്ളിൽ അങ്ങനെ സുരക്ഷിതമായിരിക്കാൻ 8 കാലിയെ സംബന്ധിച്ച് അതിൻ്റെ വീട് കൊണ്ട് സാധിക്കുകയില്ല, കഴിയുന്നില്ല. അങ്ങനെ ഒരു ഉപകാരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സമ്മിശ്രമായി വരുന്ന കാലാവസ്ഥകൾ, ചൂടും തണുപ്പും ഒക്കെയാണ്. അന്തരീക്ഷം മാറി വരുമ്പോൾ മഴയും വെയിലും ഒക്കെയായി, കാറ്റും കോളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ, അതിൽ നിന്നൊന്നും മഴ കൊള്ളാതെ, വെയിലേൽക്കാതെ, ചൂടേൽക്കാതെ പിടിച്ചു നിൽക്കാൻ പോലും 8 കാലിയെ സംബന്ധിച്ച് അതിൻ്റെ വീട് അതിന് ആ ഒരു ഉപകാരം നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരു വീട് കൊണ്ട് അത്ര പോലും ഉപകാരമില്ലാത്തൊരു ജീവിയാണ് 8 കാലി എന്നുള്ളത്. അപ്പൊ അതിന്റെ വീട് എത്രമാത്രം ദുർബലമാണ്, അതാണ് ഖുർആൻ പറയുന്നത്. ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, വീടുകളിലെ ഏറ്റവും നിസ്സാരമായത് അത് അങ്കബൂത്തിന്റെ വീടാണ്. അപ്പോൾ ആ അങ്കബൂത്തിന്റെ വീടിനെ പോലെയാണ്, അങ്ങനെ വീട് നിർമ്മിച്ചൊരു അങ്കബൂത്തിനെ പോലെയാണ് മനുഷ്യന്മാരെ അള്ളാനെ കൂടാതെ വിളിച്ചു തേടുന്നവരുടെ അവസ്ഥ. നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്ക് എല്ലാ സഹായം അവരെത്തിക്കും, എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും, നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ ആപത്തുകളെയും പൂർണ്ണമായും തട്ടിമാറ്റാനുമൊക്കെ നിങ്ങൾക്ക് ആ ദൈവങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ധാരണയാലാണ്, ആ വിശ്വാസത്താലാണ് നിങ്ങൾ ആ ദൈവങ്ങളെ വിളിച്ചു തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്, അർത്ഥനകളും നേർച്ചകളുമായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് സുരക്ഷിതമല്ലാത്ത 8 കാലിയെ പോലെയാണ് നിങ്ങൾ. ആ ദൈവങ്ങളിൽ നിന്ന് ഒരു ഉപകാരമോ ഉപദ്രവമോ ലഭ്യമാവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ചിലന്തിയുടെ കാര്യത്തിൽ ഒന്ന് നോക്കൂ, അതിന് ഇരയെ പിടിക്കുക എന്നുള്ള ഒരു ഉപകാരമെങ്കിലും അതിൻ്റെ വീട് കൊണ്ട് സാധ്യമാവുന്നുണ്ട്. മറ്റു കുറേ കാര്യങ്ങൾ സാധ്യമാവുന്നില്ലെങ്കിലും സ്വന്തം അവന് ആവശ്യമുള്ള ഒരു താൽക്കാലിക സമയത്ത് ഇരയെ തേടി പിടിക്കാനെങ്കിലും ആ വലകളെ കൊണ്ട്, ചിലന്തിൻ്റെ വീട് കൊണ്ട് അതിന് സാധിക്കുമെങ്കിൽ അത്ര പോലും ഉപകാരം, അത്ര പോലും ഒരു ചെറിയ നിസ്സാരമായ ഉപകാരം പോലും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു നേടുന്ന നിങ്ങളുടെ പരദൈവങ്ങൾക്ക്, ആരാധ്യന്മാർക്ക് സാധിക്കുകയില്ല എന്നുകൂടെ
നമുക്ക് ആ വചനത്തിൽ നിന്ന് ഒരു വായന വായിച്ചെടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലൗകാനു യഅലമൂൻ, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു സംസാരത്തോടെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോടെ ആ വചനത്തെ അവസാനിപ്പിക്കുന്നത്. മനുഷ്യരെ, നിങ്ങൾ വിളിച്ചു തേടുന്ന ദൈവങ്ങൾ കേവലം ഒരു എട്ടുകാലിക്ക് സുരക്ഷിതത്വം നൽകാത്ത ഒരു വീടിനേക്കാൾ ദുർബലമാണ്, അതിനേക്കാൾ ദുർബലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനേ നിങ്ങൾക്ക് വലിയ ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും വിശകലനങ്ങളും പര്യവേഷണങ്ങളൊന്നും ആവശ്യമില്ല. മറിച്ച് നിങ്ങളുടെ സാധാരണ ബുദ്ധി കൊണ്ടൊന്ന് ഒരു വേള ആലോചിക്കാൻ മാത്രം തയ്യാറായാൽ നിങ്ങൾക്ക് ആ ഒരു ദൗർബല്യം അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പൊള്ളത്തര അല്ലെങ്കിൽ അവരുടെ കഴിവുകേടിനെ, ദുർബലതയെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് ആ ആയത്തിനെ ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 42-ാമത്തെ വചനം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചവൻ എല്ലാറ്റിനെയും അറിയുന്നവനാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടുന്നവയെ പറ്റി അള്ളാഹുവിന് നന്നായി അറിയാമെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടുന്ന അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ടല്ലോ, വസ്തുവകകളുണ്ടല്ലോ, എന്തൊന്നാവട്ടെ ഏതൊന്നാവട്ടെ, അവയൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എവിടെയാണ് അവ സ്ഥിതി ചെയ്യുന്നത്? എന്തിനാണ് അവയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, പടച്ചിട്ടുള്ളത്? അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതിലേതൊക്കെയാണ് ജീവനുള്ളത്, എന്തൊക്കെയാണ് ജീവനില്ലാത്തത്? അതിൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെയൊക്കെ ആരംഭം, സൃഷ്ടിപ്പ് എന്നാണ്. ഇനി അവയുടെയൊക്കെ ഒടുക്കം അത് എപ്രകാരം, എന്ന്, എവിടെ വെച്ചാണ്? എന്തെല്ലാം കഴിവുകളാണ് നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ആരാധ്യന്മാർക്ക്, ഈ വസ്തുക്കൾക്ക്, ഈ ബിംബങ്ങൾക്ക്, ഈ ദൈവങ്ങൾക്ക് ഉള്ളത്? എന്തെല്ലാം ശക്തിയാണുള്ളത്? അവർക്ക് എന്തെല്ലാം കഴിവുകേടുകളുണ്ട്, ദൗർബല്യങ്ങൾ എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങൾക്ക് വല്ല അഭൗതികമായ ഭൗതികമായ ഉപകാരങ്ങൾ നൽകാൻ അവയെ കൊണ്ട് സാധിക്കുമോ? അല്ല, ഇനി നിങ്ങൾക്ക് ഭൗതികമോ പാരത്രികമായിട്ടുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ ആ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ അല്പമെങ്കിലും ഒരു നേരത്തെങ്കിലും തട്ടി മാറ്റാൻ, നീക്കി വെക്കാൻ, അല്ല പൂർണ്ണമായും നിങ്ങളിലേക്ക് ആ ഉപദ്രവം വരാതെ നിങ്ങളെ കാത്തു സംരക്ഷിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കഴിവ്, ഒരു ശേഷി ഈ വസ്തുവകകളെ പറ്റി അവർക്കുണ്ടോ എന്ന് നന്നായിട്ട് റബ്ബിന് അറിയാം എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവനാണ് അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്തൊരാവശ്യത്തിനാണോ അവയെ സമീപിക്കുന്നത്, അതിലേതെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് അവയിൽ നിന്ന് സംശീകരിക്കാൻ, ലഭ്യമാവാൻ സാധിക്കുകയോ ഇല്ലയോ എന്ന് ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനി, അവനത് തീർച്ചയായിട്ടും അറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെയെങ്കിൽ ആ റബ്ബ് പറഞ്ഞു തരുന്നു, ഒന്നും തന്നെ നിങ്ങൾക്ക് ഉപകാരമായിട്ടോ ഉപദ്രവമായിട്ടോ ചെയ്യാൻ അവക്ക് കഴിയൂല, കഴിവില്ലാത്തവയാണവ. അതുകൊണ്ട് നിങ്ങൾ എല്ലാറ്റിനും കഴിവുള്ള റബ്ബിലേക്ക് നിങ്ങൾ ആരാധനകളുമായി, നിങ്ങളുടെ നേർച്ച വഴിപാടുകളുമായി, നിങ്ങളുടെ പ്രാർത്ഥന അർത്ഥനകളുമായി നിങ്ങൾ കടന്നു വരിക എന്ന് നിങ്ങളോട് കൽപ്പിക്കപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ അവിടെ ആയത്തിൽ പ്രസ്താവിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഉദ്ദേശത്തെയാണ് നാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ റബ്ബിന് അള്ളാഹു അല്ലാത്തവയുടെ എല്ലാറ്റിനെയും പറ്റി നന്നായി അറിയുന്നു പറഞ്ഞാൽ കഴിവുകേടിൻ്റെ ദുർബലതയുടെ അങ്ങേയറ്റമാണ് നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന സകല ആരാധന്മാരും. എന്നാൽ നിങ്ങൾ തേടുന്ന ആവശ്യപ്പെടുന്ന മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഇരുലോകത്തും നിങ്ങൾക്ക് സാഫല്യപ്പെടുത്താൻ കഴിവുറ്റവനായ റബ്ബ്, അത് ഏകനായ രക്ഷിതാവ്, ലോകത്തിൻ്റെ സൃഷ്ടാവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞു തരാനുള്ള കാരണം വഹുവൽ അസീസുൽ ഹക്കീം, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതാണ് അസീസ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ എന്തൊന്ന് അള്ളാഹു അല്ലാത്തവയിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് നൽകാൻ കഴിവുള്ള ഒരൊറ്റ ശക്തി അത് അള്ളാഹു ഏകനായ രക്ഷിതാവ് സൃഷ്ടാവ് തന്നെയാണ്. അവൻ അസീസാണ്, എല്ലാം കഴിവുള്ളവനാണ്, വീര്യമുള്ളവനാണ്, എല്ലാ അധികാരത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും മുകളിലുള്ളവനാണ്. അതുകൊണ്ട് അവൻ പ്രതാപശാലിയാണ്. ഹക്കീം, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ സമ്പൂർണമായ ആഴത്തിലുള്ള അഗാധജ്ഞാനിയായ റബ്ബാണ് അവൻ എന്ന് ഈ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി തൊട്ടടുത്ത 43-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ അവിടെ വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഇങ്ങനെ ഉപമകൾ, ഉദാഹരണങ്ങൾ ഇങ്ങനെ ഉദാഹരിക്കുകയാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ഒരു ആലിമല്ലാത്തവൻ, അറിവില്ലാത്തവൻ കാര്യത്തെ ആലോചിച്ച് മനസ്സിലാക്കുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുകളിൽ ചിലന്തിയുടെ ഉപമ പറഞ്ഞു, അതിനു മുമ്പേ ചില പൗരാണിക ജനതകളെ ഉദാഹരണമായി പറഞ്ഞൊക്കെ അതങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞത് മനുഷ്യർക്ക് ചിന്തിച്ച് കാര്യങ്ങളെ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നതാണ്
ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇവിടെ ഈ അധ്യായത്തിൽ ഒരു ഉദാഹരണം തൊട്ട് മുകളിൽ, അതിനു മുമ്പേയായി ഒരുപാട് ചരിത്ര രംഗങ്ങൾ അങ്ങനെ ഉദാഹരിച്ചു കൊണ്ടേയിരുന്നു. ഇനി ഇത് നല്ല വിശുദ്ധ ഖുർആനിലെ മറ്റ് അധ്യായങ്ങളിൽ ധാരാളം സൂക്തങ്ങളിലായി അള്ളാഹ് ഇത്തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങളെയും ഉപമകളെയും ഒക്കെ അള്ളാഹു അങ്ങനെ വളരെ അധികം പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട് തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ്. എന്തിനാണത്? ആളുകൾ കാര്യങ്ങളെ ആ ഉദാഹരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ കാര്യത്തെ ഏറ്റവും ലളിതമായി വളരെ പെട്ടെന്ന് തന്നെ ഹ്രസ്വമായി അതിനെ ഗ്രഹിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ ആ ഉപമയിലൂടെ, ആ ഉദാഹരണങ്ങളിലൂടെ സാധിക്കും എന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അത്തരം ലളിതമായി പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമല്ലാതെ ആയതിൻ്റെ പേരിൽ, കാര്യങ്ങളെ ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ ഒരു സംഗതി മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്താതെ വരുന്ന, അല്ലെങ്കിൽ അവൻ അതിനെ അംഗീകരിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. ആയതിനാൽ തന്നെ ഒരു കാര്യത്തെ വളരെ ലളിതവും ഏറ്റവും നന്നായി സുവ്യക്തവുമായി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ ഉദാഹരണങ്ങളെയോ മുൻകാല ചരിത്രങ്ങളെയോ ഇത്തരത്തിലുള്ള ഉപമകളെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അപ്രകാരം ആ ഒരു ഉദ്ദേശം അതിന് ആ ഉപമകൾക്ക് പിന്നിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റബ്ബിൻ്റെ ഒരു വാശി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എന്താണ് ആ വാശി? ഈ കാര്യങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ നേരെ പറഞ്ഞിട്ടും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, അത് ചില ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട്, ഉപമകളൊക്കെ വെച്ചിട്ടെങ്കിലും അവർ മനസ്സിലാക്കുമെങ്കിൽ അത് മനസ്സിലാക്കട്ടെ എന്ന, ഒന്നും ഒരു അവ്യക്തമായി തിരിയാതെ അറിയാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്നുള്ള റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള വാശിയാണ് പലപ്പോഴും, ആ നിർബന്ധമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾക്ക് ധാരാളമായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഗാംഭീര്യമേറിയ, വളരെ മഹത്തായ വിഷയങ്ങൾ പോലും ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് നമുക്ക് കാണാമെന്നുള്ളതാണ്. ആ വിഷയത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ആ വിഷയത്തെ അപ്രകാരം തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണത്, അല്ലേ? ഈച്ചയെയും ചിലന്തിയെയും ഒക്കെ ഉദാഹരണമായി പറയുന്നത് ഷിർക്കിനെ ബോധ്യപ്പെടുത്താനാണ്. നല്ല വേരൂന്നിയ അടിയുറച്ച ഒരു ഫലവൃക്ഷത്തോട് ഉപമിക്കുന്നത്, നല്ലൊരു സസ്യത്തോട് ഉപമിക്കുന്നത് കരുത്തുള്ള വിശ്വാസിയാവാൻ വേണ്ടിയിട്ടാണ്. വിളഞ്ഞു നിൽക്കുന്ന ധാരാളം ധാന്യമണികൾ എങ്ങനെ ഉപമിക്കുന്നത് സൽക്കർമ്മങ്ങളെ ധാരാളമായി അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പൊങ്ങുതടിയെപ്പോലെ എന്ന് ചാരി വെച്ച പൊങ്ങുതടിയെപ്പോലെ എന്ന് ഉപമിച്ചത് പാഴ്വേലകൾ ചെയ്യുന്ന ഒരു മുനാഫിക്ക് ജീവിതത്തിൽ ഒരു മുനാഫിക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്രയേറെ ഉപമകളാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായനക്കാരൻ്റെ മുമ്പിൽ ഇങ്ങനെ സമർപ്പിക്കുന്നത്. ഇതൊക്കെ കേവലം കേട്ട് ആസ്വദിക്കാനുള്ളതല്ല, വെറും കഥയും ചരിത്രവും പഠിച്ചിങ്ങനെ അതങ്ങനെ അയവിറക്കാനുള്ളതല്ല. അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ രഹസ്യം കണ്ടെത്തി അതിലൂടെ ഒരു ഗവേഷണമായിട്ട് മുന്നോട്ട് പോകാനൊന്നല്ല. അതൊക്കെ ആവാം, പക്ഷെ അതൊന്നല്ല അതിൻ്റെ ഉദ്ദേശം. അതിലുപരി അതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനായി മാറാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പോലും വിശുദ്ധ ഖുർആൻ അത് മടി കാണിക്കാതെ മറക്കാതെ പറയുന്നത് ഇപ്രകാരം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അള്ളാന്റെ ഖുർആൻ ചെറിയ ഉദാഹരണങ്ങൾ ഉപമകളൊക്കെ പറഞ്ഞ കൂട്ടത്തില് മക്കക്കാര് മദീനക്കാരൊക്കെ വിശുദ്ധ ഖുർആനെ പരിഹസിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചിട്ടുണ്ട്. ലജ്ജയില്ലേ മുഹമ്മദിനെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള റബ്ബാ മുഹമ്മദിന്റെ റബ്ബ്? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഉദാഹരണങ്ങൾ, വലിയ ഗ്രന്ഥമാണ് പോലും, വലിയ റബ്ബാണ് പോലും, എന്നിട്ടും ഒരു മടിയില്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ എന്ന് ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ പരിഹാസത്തിന്റെ മറുപടിയാണ് വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 26-ാമത്തെ സൂക്തം. അള്ളാഹുവിനെ ഒരു കൊതുകിനെ പോലും ഉദാഹരണമായി പറയാൻ മടിയില്ലാത്തവനാണ്. ഇനി അതിനേക്കാൾ നിസ്സാരമായൊരു ജീവിയെയും, കൊതുക് എന്നല്ല, അതിനേക്കാൾ നിസ്സാരമായൊരു ജീവിയെയും പറയാന് മടിയില്ല. എന്തിനാണെന്നറിയാം? ഇങ്ങനെയുള്ള ചില ഉപമകളും ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ബോധമുള്ള വിശ്വാസികളെ സംബന്ധിച്ചൊക്കെ അങ്ങനെയുള്ള ഒരു നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മൈൻഡുള്ള ആളുകൾക്ക് അവർക്കത് ഉപകാരപ്പെടും. അല്ല, നിഷേധത്തിൽ തന്നെ കഴിയുന്ന ആളുകൾ അവരാ നിലക്ക് ആ ഉദാഹരണത്തെ കാണുകയും ചെയ്യും, ഇങ്ങനെ പരിഹസിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഉദാഹരണങ്ങൾ ചെറുതുപോലും മടിയില്ലാതെ പറയുന്നത് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇനി ആ വചനത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് വിവരമുള്ളവരല്ലാതെ അതിനെപ്പറ്റി അങ്ങനെയൊന്നും ചിന്തിക്കൂല. അതായത് ആ ഉദാഹരണം എന്തിനാണ് പറഞ്ഞത് എന്ന് പോലും ചിന്തിക്കാനുള്ള വിവരം കൂടെ ഇല്ലാത്ത ആളുകളാണ് അതിന് പരിഹസിച്ച് പിന്നാലെ പോകുന്നത് എന്നാണ്. എന്നാൽ ഒരല്പം
ഒരു സാധാരണ ബുദ്ധിയും ആലോചനയ്ക്കുള്ള ഒരാളെ സംബന്ധിച്ച് അവൻ എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ ആലിമിൻ്റെ ഒരു ക്വാളിറ്റി പറയാണ്. ആരാണ് ആലിം? അവൻ ബുദ്ധി കൊടുത്ത് കാര്യങ്ങളെ ആലോചിക്കുന്നവനാണ്, ചിന്തിക്കുന്നവനാണ് എന്നുള്ളതാണ്. അള്ളാഹ് നൽകിയിട്ടുള്ള ആ ബുദ്ധി കൊണ്ട് ആഴത്തിലും പരപ്പിലുമൊക്കെ കാര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അഴകിന് അപ്പുറം, അതിൻ്റെ ആസ്വാദനത്തിനപ്പുറം, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ, സന്ദേശത്തെ വായിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരാൾ, അവനാണ് ആലിം എന്ന് ഈ വചനത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. അതല്ലാത്ത ആളുകൾ, അതായത് ബുദ്ധി കൊടുക്കുന്നവനാണ് ആലിം, ബുദ്ധി കൊടുക്കാത്തവൻ ആലിമല്ല, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് കേവലം ഇതൊക്കെ ചരിത്രം, കേവലം കഥകളോ കേവലം ആസ്വാദനങ്ങളൊക്കെ മാത്രമായിട്ട് അത് പോകും. അവരതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളിലേക്കൊന്നും കടന്നു വരികയില്ല. അപ്പം ആലിമാവണം എന്നുള്ളതാണ്. ബുദ്ധി കൊടുക്കുന്ന ഒരാളാവാൻ കഴിയണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ഉപമകളെയും ഉദാഹരണങ്ങളെയും പറ്റി ആലോചിക്കുകയും ഉദാഹരണങ്ങളെ ആലോചിച്ച് ഇങ്ങനെ ഒരല്പനേരം അതിന് സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ വിശുദ്ധ ഖുർആൻ പേരിട്ട് വിളിച്ചതാണ്. അവനാണ് ശരിക്കും ആലിം എന്നുള്ളത്, വിവരമുള്ളവൻ എന്നുള്ളത്. ഇനി അവസാനത്തെ വചനം 44-ാമത്തെ വചനം അള്ളാഹ് പറയുന്നത് അവനാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല ബിൽ ഹഖ്, യാഥാർത്ഥ്യബോധത്തോടെ, ലക്ഷ്യബോധത്തോടെ. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അതിൻ്റെ പിന്നിലുള്ള ഒരു മുറപ്രകാരം വേണ്ടതുപോലെ ചെയ്തു. വളരെ വിശാലമായി സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരായത്താണ്. നമ്മൾ അത്ര ആഴത്തിലേക്ക് അത് പോകുന്നില്ല. മറിച്ച് അള്ളാഹ് പറയുന്നു അത് നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുള്ളത്, നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഉപമ എന്നതിലേക്ക് ഇതിനെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായ ഒരു വിശദീകരണം, അതിൻ്റെ ഒരു മറുപടി കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 44-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതായത് ആകാശഭൂമികൾ അവൻ സൃഷ്ടിച്ചത് കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് പിന്നിലൊരു ലക്ഷ്യബോധമുണ്ട്. മനുഷ്യരുടെ പരലോക ജീവിതത്തിന് മുമ്പേ അവർക്ക് വിഭവങ്ങൾ ഒരുക്കാനുള്ള ഒരു സാവകാശമാണ്. ആ ജീവിത ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാനാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ ഉപമകളും ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇങ്ങനെ അള്ളാഹ് ഒരു കൃത്യമായ ലക്ഷ്യത്തോടെയാണത് പടച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ ഉപമകളെയും ഉദാഹരണങ്ങളെയൊക്കെ കാര്യഗൗരവത്തോടെ എടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അങ്ങനെ റബ്ബിലേക്ക് മാത്രമായിട്ട് കടന്നു വരാൻ കഴിയും എന്നുള്ള ഒരു സംസാരം. ഇനിയോ മറ്റൊന്നുള്ളതോ, ആകാശഭൂമികളൊക്കെ വൃഥാ സൃഷ്ടിച്ചതാണ്. അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഈ ജീവിതം അത് ആസ്വദിക്കാനാണ്. ഈ സ്വതന്ത്ര ലോകമാണ്, എല്ലാം എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഈ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. അങ്ങനെയല്ല, തികച്ചും നിങ്ങളുടെ ധാരണ തെറ്റാണോ. ബിൽഹഖ് എന്നാണ് ആ പദത്തിന് ഉത്തരം കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ വ്യക്തമായ യാഥാർത്ഥ്യ ബോധം തന്നെയുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചതാ, വെറുതെ സൃഷ്ടിച്ചതല്ല, ആസ്വാദനത്തിന് വേണ്ടി സൃഷ്ടിച്ചതെന്നല്ല എന്ന് പറയാണ്. കണ്ടോ, ഇതിനൊരു തുടക്കമുണ്ടെങ്കിൽ, ഖലഖ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പല്ല എന്നാണ്. അപ്പോൾ ഒരു തുടക്കം അതിനുണ്ട് എങ്കിൽ ഉറപ്പാണ് അതിനൊരു പര്യവസാനം, അതിനൊരു സമാപനമുണ്ട്. ആ സമാപനത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വിഷയത്തിൽ അള്ളാഹു കാര്യഗൗരവത്തോടെ തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആസ്വദിച്ച് ജീവിക്കുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇതിന് തുടക്കമുണ്ടെങ്കിൽ ഒടുക്കണ്ട്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ആസ്വാദനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഒരുപാടെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എല്ലാം കഴിഞ്ഞ ഒരാൾ പിന്നെയും ഭൂമിയിൽ ആസ്വദിച്ച് ജീവിക്കുന്നതിൻ്റെ അർത്ഥം ഇല്ല. അയാൾക്ക് പിന്നെ ജീവിതത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി കഷ്ടകാലം കൊണ്ടൊന്നും ആസ്വദിക്കാൻ കഴിയാതെ പോയവൻ്റെ കഷ്ടപ്പാടെന്താ? അവന് ശരിക്ക് അവൻ്റെ കാര്യം എടുത്തു വയ്ക്കാലോ, ഒന്നും അവൻ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവൻ അങ്ങനെയായിരുന്നതാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ ഭൂമി, ഈ പ്രപഞ്ചം നീതിയുടേതാവുമോ? ഒരിക്കലല്ല. അപ്പോൾ ഒരിക്കലും ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഈ പ്രപഞ്ചം സ്വയംഭുവാണ്, അത് തനിയെ ഉണ്ടായതാണ്, അതങ്ങനെ പ്രകൃതിയുടെ പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കൂട്ടർ. അവരോടും പറയുന്നു അങ്ങനെയല്ല, അത് വൃഥാ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ഭൂമി വൃഥ ഉണ്ടായതല്ല, പ്രകൃതിയുടെ പ്രതിഭാസവും വിരുതുകളൊന്നുമല്ല, അത് നിങ്ങൾ വൃഥ ചിന്തിച്ചു കൂട്ടിയതാണ്. തികച്ചും ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അവൻ്റെ സൃഷ്ടിയാണത്. അവൻ അതിനെ പടച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ തികച്ചും ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയതൊക്കെയാണ് തെറ്റ്, അതൊക്കെയാണ് ബുദ്ധിശൂന്യത. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ കണ്ട് പരലോകത്തിലേക്കുള്ള ഒരു കർമ്മഭൂമിയെ അതിനെ മനസ്സിലാക്കി ആരാണ് പണിയെടുക്കുന്നത്, അവനാണ് ലക്ഷ്യം തിരിച്ചറിഞ്ഞവൻ, അവനാണ് ബുദ്ധി പ്രയോഗിച്ചവൻ, അവനാണ് ഉപമകളെയും ഉദാഹരണങ്ങളെയും ഒക്കെ ഉപകാരപ്പെടുത്തിയവൻ എന്നുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ. ഇന്ന ഫി ദാലിക
ലആയത്തൻ ലിൽ മുഅ്മിനീൻ എന്നുള്ള പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസികൾ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, അങ്ങനെ അതായത് വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതല്ല, ആയത്തുകളെ തിരിച്ചറിഞ്ഞവനാണ് വിശ്വാസി എന്നതാണ്. അതല്ലെങ്കിൽ ആ ആയത്തുകളെ തിരിച്ചറിഞ്ഞവന് വിശ്വാസിയാവാതിരിക്കാൻ കഴിയില്ല എന്നതാണ് അള്ളാഹുവിടെ പറഞ്ഞതിൻ്റെ വ്യക്തമായ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ആയത്തുകൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെയും അതുപോലെ തന്നെ അതിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളെ, ഉദ്ദേശ്യങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, അത് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വചനത്തിലെ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവന് നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അവസരം കൊടുക്കലാണ് ഈ പ്രപഞ്ചവും ഈ ഭൂമിയും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാത്ത ആളുകൾ ഈ ജീവിതത്തെ പറ്റി കൃത്യമായി റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഒരു താക്കീത്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു നിർബന്ധം കൂടെ അല്ലാഹു ഇത്തരം വചനങ്ങൾക്കിടയിലായിട്ട് മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു ആലം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.